നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി 11 മുതൽ 28 വരെയുള്ള ദിവസങ്ങളില് ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതത്തില് മുന്നോട്ടുള്ള ദിവസങ്ങളില് ഈ സമയങ്ങളിൽ സന്തോഷകരമായിട്ട് പോകാൻ കഴിയുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവയൊന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രണയസാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പ്രണയം വിവാഹത്തിലേക്കൊക്കെ കലാശിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നുണ്ട്. വാർദ്ധക്യത്തിലായിരുന്ന ഒരുപാട് കാലമായിട്ട് ചില അസുഖങ്ങളാലൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. അസുഖം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും ഒരുപാട് ഭേദം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ചില അലസതകളൊക്കെ നിങ്ങളെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ചില മനോവിചാരങ്ങളൊക്കെ മാറ്റിവെച്ച് പഠന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സൗഹൃദങ്ങൾ മൂലം ചില സാമ്പത്തിക വിജയങ്ങളും ചില അബദ്ധങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷപ്പെടലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തി മുന്നേറുന്ന ഒരു സമയം കൂടിയാണ്. വീട് വയ്ക്കാനും വസ്തു വാങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. സർക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനുണ്ടായിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ കഴിയുന്നതാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയൊരു സമയമാണ്. ഇതില് തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവർക്ക് ഒരേ സമയം തന്നെ സുഖ ദുഃഖങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവർക്ക് മനസമാധാനം ഉണ്ടാവുന്നില്ല. ചില ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ചില കൂട്ടുകെട്ടുകളൊക്കെ മൂലം നിങ്ങൾക്ക് മനസമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മറു സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ സന്തുലിതമായിട്ട് പിടിച്ചു നിർത്തുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരെയൊക്കെ മനസ്സിലാക്കി ഒന്ന് തെരഞ്ഞെടുക്കാൻ പറ്റിയൊരു സമയമാണിത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഫെബ്രുവരി 20 ശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുകലഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ തർക്കങ്ങളും ബന്ധുകലഹവും ഒക്കെ ചില അപകടങ്ങളിലേക്കും ജയിൽവാസത്തിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഫെബ്രുവരി 20-നും 28-നും ഇടയ്ക്കുള്ള സമയങ്ങള്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. വാഗ്വാദങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഫെബ്രുവരി മാസം നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് പല ആവർത്തി ആലോചിച്ചതിന് ശേഷം മാത്രം ആ തീരുമാനങ്ങൾ എടുക്കുക. കൂടാതെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അതും ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം വളരെ തെറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഈ മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിന്റെ താളം നമ്മൾ തന്നെയാണ് പിടിച്ചു നിർത്തേണ്ടത്. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അതിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.